നമസ്കാരം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കുമെതിരെ ഇടതുപക്ഷ എംപിമാർ പാർലമെന്റിനകത്തും പുറത്തും നടത്തിയ പ്രതിഷേധങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കൊടുത്തില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ UDF എംപിമാർക്ക് ചെയ്യാൻ കഴിയാത്തത് പലതും ഇടതുപക്ഷ എംപിമാർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എങ്ങനെയായിരുന്നു നമ്മുടെ എംപിമാർ പ്രതിരോധിച്ചത് എന്നാണ് നമ്മൾ ഈ വാർത്തയിലൂടെ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അതിശക്തമായ അതിഗംഭീരമായ ഒരു പ്രസംഗമാണ് നമ്മുടെ ജോൺ ബ്രിട്ടാസ് കാഴ്ചവെച്ചത്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു. അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നു, സാർ, അതായത് ആദിവാസി വകുപ്പ് ഉന്നത കുല ജാതരെ ഏൽപ്പിക്കണമെന്ന് പറയുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് സാർ. ആരാണ് ഉന്നത കുല ജാതർ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്, അദ്ദേഹം രാജിവെക്കണം എന്ന് ജോൺ ബ്രിട്ടാസ് ശബ്ദമുയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ BJP എംപിമാരൊക്കെ അവിടെ വലിയ രീതിയിൽ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്, അത് തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹം പറയുന്നു, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പാർലമെന്റിൽ എല്ലാവരും അനുശോചിച്ചു സാർ, പക്ഷേ അനുശോചനം മാത്രമേ നടന്നുള്ളൂ, ഒരു രൂപ പോലും കേരളത്തിന് നിങ്ങൾ തന്നില്ല സാർ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ഒരു മന്ത്രി, അതായത് കേന്ദ്ര മന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ പറയുന്നു, സാർ, അതായത് ഞങ്ങളുടെ സംസ്ഥാനം പിന്നോക്കമാണ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൽ പണം അനുവദിക്കുമെന്ന് പറയുന്നു. അതായത് ബഡ്ജറ്റിൽ കേരളത്തിന് പണം അനുവദിക്കണമെങ്കിൽ ഞങ്ങൾ, അതായത് ഒന്നാം സ്ഥാനത്തുള്ള എല്ലാ മേഖലയിലും ഒന്നാമതായി നിൽക്കുന്ന, രാജ്യത്തിന് തന്നെ മാതൃകയായി നിൽക്കുന്ന ഞങ്ങൾ പിന്നോക്കമാണെന്ന് പറയണമെന്ന് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള മലയാളി കൂടിയായ ഒരു കേന്ദ്രമന്ത്രി പറയുന്നു സാർ എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഇവരൊക്കെ നടത്തുന്നത് ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്, അതുകൊണ്ട് ഇവരൊക്കെ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം അതിഗംഭീരമായ ഒരു പ്രസംഗം തന്നെയാണ് പാർലമെന്റിൽ കാഴ്ചവെച്ചത്. മാത്രവുമല്ല, ഇത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ കാണുന്നത്? പുറത്ത് വന്നു പ്രതിഷേധിക്കുന്ന സമയത്ത് അതിശക്തമായി തന്നെയാണ് BJPക്കെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഒപ്പം ലോക്സഭയിൽ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ലോക്സഭയിൽ LDF ഒരേ ഒരു MP മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും അറിയാമല്ലോ. അതായത് കേരളത്തിൽ നിന്ന് ഒരു MP മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേര് K രാധാകൃഷ്ണൻ എന്നാണ്. എങ്ങനെയാണ് K രാധാകൃഷ്ണൻ ആ വിഷയത്തിൽ ഈ ജോർജ് കുര്യനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ഒക്കെ നടത്തിയ പ്രതികരണത്തിൽ പ്രതിഷേധിച്ചത്? അദ്ദേഹം പറയുന്നു, സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും നടത്തിയത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് അവർ രാജിവെക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരു MP പേരാണ് K രാധാകൃഷ്ണൻ. അദ്ദേഹം അതിനുശേഷം എന്താണ്, പാർലമെന്റിന് പുറത്ത് നടത്തിയ അതിശക്തമായ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. ശേഷം ഇവർ എല്ലാവരും നിരന്നു നിന്നുകൊണ്ട് അതിശക്തമായി കേരളത്തിന് വേണ്ടി വാദിക്കുന്നു, കേരള വിരുദ്ധരായിട്ടുള്ള ഈ കേന്ദ്രമന്ത്രിമാർക്കെതിരെ സംസാരിക്കുന്നു. എന്നാൽ ഈ ചിത്രങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് മറ്റാരെയും കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, എവിടെയാണ് ഇവരൊക്കെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അമേഠിയിൽ തോറ്റ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കച്ചിത്തുരുമ്പായത് വയനാട് മാത്രമാണ്. വയനാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ലോക്സഭയുടെ പടിവാതിൽ പോലും നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ആ ദുരന്തം നടക്കുന്ന സമയത്ത് ആരായിരുന്നു അവിടുത്തെ MP? രാഹുൽ ഗാന്ധി ആയിരുന്നു. ഇപ്പോ പ്രിയങ്ക ഗാന്ധിയാണ്. പക്ഷെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് യാതൊരു സഹായവും ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. നമ്മുടെ രാഹുൽ ഗാന്ധി ശബ്ദം ഉയർത്തിയോ? പ്രിയങ്ക ഗാന്ധി ശബ്ദം ഉയർത്തിയോ? ഇല്ലല്ലോ. UDF ഒരു MP ശബ്ദം ഉയർത്തിയില്ല. പക്ഷെ കനൽ ഒരു തരി മതി. K രാധാകൃഷ്ണൻ ശബ്ദം ഉയർത്തി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്തായാലും കേന്ദ്ര സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവഗണന, കേന്ദ്ര സർക്കാർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇരട്ടത്താപ്പ്, അത് അദ്ദേഹം തുറന്നു കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് ഇടതുപക്ഷത്തിന്റെ MPമാർ തുറന്നു കാണിച്ചുകൊണ്ട് പറയുന്നത്? അതായത് ബീഹാറിന് നിങ്ങൾ കൊടുത്തില്ലേ ഒരു 11,500 കോടി രൂപ? ദുരന്തം സംഭവിച്ചിട്ടാണോ? അല്ലല്ലോ. ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പണം അനുവദിച്ചത്. സിക്കിം, ത്രിപുര, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്ര, തെലങ്കാന, ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ നിങ്ങൾ കൊടുത്തില്ലേ? കേരളത്തിന് മാത്രം തന്നില്ല. കേരളത്തിൽ നിരന്തരം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, ദുരന്തങ്ങൾ സംഭവിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ തരില്ല എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നു. അവിടെയൊക്കെ എന്താണ് കാണുന്നത്? നിങ്ങൾ കേരളത്തെ അവഗണിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്നൊക്കെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എയിംസ് തരാമെന്ന് പറഞ്ഞു, തരുന്നില്ല. താങ്ങുവില വർദ്ധിപ്പിക്കും റബ്ബറിന്റെ എന്ന് പറഞ്ഞു, നിങ്ങൾ വർദ്ധിപ്പിക്കുന്നില്ല. നിങ്ങൾ കർഷകർക്കെതിരാണ്, നിങ്ങൾ കേരളത്തിനെതിരാണ്, നിങ്ങൾ കേരളത്തെ കടക്കിണിയിൽ മുക്കിക്കൊലപ്പെടുത്താൻ ശ്രമം നടത്തുകയാണ് എന്ന് ഒരു മടിയുമില്ലാതെ ഇടതുപക്ഷത്തിന്റെ MPമാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താണ് സത്യത്തിൽ ഈ പറയുന്ന പാർലമെന്റിൽ നമ്മുടെ UDFന്റെ MPമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഈ പറയുന്ന LDF പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അതൊന്നും പറയുന്നില്ല. എന്തൊക്കെയോ പറയുന്നു. സംസാരിക്കേണ്ട അല്ലെങ്കിൽ പാർലമെന്റിൽ ഉന്നയിക്കപ്പെടേണ്ട, പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നടക്കുകയാണ് നമ്മുടെ UDFന്റെ MPമാർ. അത് വ്യക്തമാണല്ലോ. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട്
ബഡ്ജറ്റിൽ പണം അനുവദിക്കാതിരുന്നത് ആരുടെ ഒരു ഇടപെടലിന്റെ പോരായ്മയാണ്? UDF MP-മാരുടെ പോരായ്മയാണ്. ഏറ്റവും കൂടുതൽ അവരാണല്ലോ. ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന്റെ പേരെന്താണ്? രാഹുൽ ഗാന്ധി എന്നല്ലേ? അപ്പോ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പോരാടുന്നില്ല? കേരളത്തിന് ആവശ്യമായിട്ടുള്ള, കേരളത്തിന് അനുവദിക്കേണ്ട പല കാര്യങ്ങളും അനുവദിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് ഇവർ ശ്രമം നടത്തുന്നില്ല? കേവലം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതിനപ്പുറത്തേക്ക് പാർലമെന്റിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ, പാർലമെന്റിലെ കാഴ്ചകൾ എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നിശബ്ദരായിരിക്കുന്ന ഈ കോൺഗ്രസിന്റെ MP-മാരെയാണ്. ഒരു വിഷയത്തിലും നിലപാടില്ല. ശബ്ദങ്ങൾ ഉയർത്തിക്കഴിഞ്ഞാൽ മാത്രം പ്രതിരോധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. എത്രയോ കഷ്ടപ്പെട്ട ശേഷമാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ പറയുന്ന LDF-ന്റെ MP-മാർക്കൊപ്പം UDF-ന്റെ MP-മാർ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കാണിക്കുന്ന അപകടത്തിനെതിരെ ഒന്ന് പ്രതിരോധിക്കാൻ, ഒന്ന് പ്രതിഷേധിക്കാൻ തയ്യാറായത്. എന്നാൽ LDF-ന്റെ MP-മാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വയനാട് ദുരന്തം നടന്നത് മുതൽ K. രാധാകൃഷ്ണന് സംസാരിക്കാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ ഓരോ അവസരത്തിലും അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വയനാടിനെ സഹായിക്കണം സാർ എന്ന് തന്നെയാണ്. അങ്ങനെ LDF-ന്റെ MP-മാർ സംസാരിക്കുമ്പോൾ അവര് മൈക്ക് ഓഫ് ചെയ്യുന്ന സാഹചര്യം വരെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ? അപ്പൊ കേരളത്തെ എത്തരത്തിലാണ്, കേരളത്തിന്റെ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ കേരളത്തെ ദുരന്ത സാഹചര്യങ്ങളൊക്കെ ഏത് രീതിയിൽ അതിജീവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ LDF-ന്റെ MP-മാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. ഓരോ ഇടങ്ങളിൽ ഇത് മാത്രമല്ലല്ലോ, കേരളത്തിന്റെ ആവശ്യങ്ങൾ മാത്രമല്ലല്ലോ LDF-ന്റെ MP-മാർ ഉന്നയിക്കുന്നത്. ഗാസിയാബാദിൽ എന്താണ് കണ്ടത്? അതായത് ഒരു വിവാഹ യാത്രക്കിടെ ഒരു ദളിതനായതിന്റെ പേരിൽ ഒരാളെ കുതിരപ്പുറത്ത് നിന്ന് താഴത്തേക്ക് തട്ടി വീഴുകയാണ്, ചവിട്ടി വീഴ്ത്തുകയാണ്. അതുപോലെ തന്നെ പലയിടങ്ങളിലും ക്രൈസ്തവരെ ആക്രമിക്കുന്നു, ക്രൈസ്തവ ദേവാലയങ്ങൾ തല്ലിപ്പൊളിക്കുന്നു, മുസ്ലിമുകളെ ആക്രമിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അഡ്രസ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ LDF-ന്റെ MP-മാർ. കേരളത്തിന്റെ ആവശ്യം മാത്രമല്ല, കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലാണെന്ന് നല്ല ബോധ്യം അവർക്കുണ്ട്. എന്നാൽ മറ്റു ചിലർക്കോ? കേന്ദ്ര സർക്കാരിന് കേരളം ഇന്ത്യയിലാണെന്ന വലിയ ബോധ്യമുണ്ടോ? ഇവർ അധികാരത്തിൽ വന്ന ശേഷം എന്തെങ്കിലും രീതിയിലൊന്ന് നമ്മുടെ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ടോ? ബഡ്ജറ്റിൽ മൊട്ട, അതായത് ഒരു വലിയ മൊട്ടയ്ക്കപ്പുറത്തേക്ക് ഒന്നും തന്നെ നമുക്ക് അനുവദിക്കുന്നില്ല. എത്തരത്തിലുള്ള ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചു? 24,000 കോടി രൂപയെങ്കിലും നമുക്ക് ഇത്തവണ ആവശ്യമാണ്. അത് കിട്ടുമെന്ന് വിചാരിച്ചു, ആവശ്യം ഉന്നയിച്ചു, 5 പൈസ തന്നില്ല. ഏതൊക്കെ രീതിയിൽ നമ്മളെ വീർപ്പ് മുട്ടിക്കാം എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം പൈസ ചോദിച്ചതാ, ആ പൈസ ഇങ്ങതാ എന്ന് പറഞ്ഞ ടീമുകളാണ്. അതായത് നമുക്ക് തരുന്ന സേവനങ്ങൾക്ക്, ദുരന്ത മുഖത്ത് പോലും നമുക്ക് വേണ്ടി അവർ നൽകുന്ന സേവനങ്ങൾക്ക് പണം ചോദിക്കുന്ന ഒരു സർക്കാർ, കേന്ദ്ര സർക്കാർ. ആലോചിച്ച് നോക്കൂ. ആ സർക്കാരിനെതിരെ പോരാടാൻ LDF-ന്റെ MP-മാർ നിൽക്കുമ്പോൾ അവർക്ക് ഒപ്പം നിൽക്കുന്ന സാഹചര്യമല്ലേ ഉണ്ടാക്കിയെടുക്കേണ്ടത്? നമ്മുടെ മലയാളികൾ ഒരു കാര്യം ചെയ്യും കേട്ടോ, ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും ബോധ്യം എന്താണ്? ഈ പറയുന്ന LDF അത്ര വലിയൊരു പാർട്ടിയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ജയിച്ചു പോട്ടെ, കോൺഗ്രസ്സുകാർ ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ മല മറിക്കും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അങ്ങനെ ഈ പാവങ്ങളൊക്കെ കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു വിടും. കോൺഗ്രസ് എന്ത് പറയും? ഇത്തവണ പേടിക്കണ്ട, നമ്മളാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് പറയും. പ്രധാനമന്ത്രി അറിയാമല്ലോ, രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയും. പാവങ്ങൾ വിശ്വസിക്കും. ശേഷം എന്താണ് സംഭവിക്കുന്നത്? പഴയതുപോലെ തന്നെ മോദി സർക്കാർ അധികാരത്തിൽ വരും, പ്രതിപക്ഷം ഇങ്ങനെ തേഞ്ഞൊട്ടുകയും ചെയ്യും. എങ്ങനെ തേഞ്ഞൊട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നു? കോൺഗ്രസിന്റെ തികഞ്ഞ അധികാരമോഹം തന്നെയാണ്. അതായത് ഞങ്ങൾ സീറ്റ് വിട്ടുകൊടുക്കില്ല, ഞങ്ങൾക്ക് ഇന്ന സ്ഥാനം വേണം, ഇത് കിട്ടിയാൽ മതിയാവും എന്ന് പറയുന്നു. ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താണ്? ഇന്ത്യ മുന്നണി തകർന്നടിഞ്ഞു കോൺഗ്രസിന്റെ അധികാരമോഹവും ധാർഷ്ട്യവും കൊണ്ട്. എവിടെയെങ്കിലും ഒക്കെ ഒരു വിജയസാധ്യത കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം, നിങ്ങൾ ആരും വരണ്ടാന്ന് പറയും. അങ്ങനെ പോയി മത്സരിക്കും, തോക്കും. അവിടെ BJP അധികാരത്തിൽ വരും. അങ്ങനെ BJP-യുടെ വളർത്തിയതും BJP എന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്നതും BJP-ക്ക് വേണ്ടി വളമിട്ടുകൊണ്ടിരിക്കുന്നതും കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ് ഇനിയും നന്നായില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയുമെന്ന്. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധിയൊക്കെ മാറ്റി അഖിലേഷ് യാദവിനെ പോലെയൊക്കെയുള്ള അത്യാവശ്യം നല്ല സംസാരിക്കാൻ കഴിയുന്ന, എല്ലാ കാര്യങ്ങളും അഡ്രസ് ചെയ്യാൻ കഴിയുന്ന, അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന ലീഡർമാരെയൊക്കെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ആളുകളെയൊക്കെ രംഗത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.